അതെ, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ചങ്ക് ഫ്രണ്ടായിട്ടിരുന്ന ഒരാൾ, അതൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആകാം കേട്ടോ, അവര് സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞു പിരിയേണ്ടി വന്നിട്ട് അന്ന് പിരിഞ്ഞത് ഇത്രയും വർഷമായിട്ട്, കുറേ വർഷമായി ഇപ്പം അവരെ നമുക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അവരെവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ, ജീവിത സുഖമാണോ, സന്തോഷത്തോടെ ഇരിക്കുകയാണോ, ജോലിക്കാരായോ, അതോ കുടുംബനാഥന്മാർ, അങ്ങനെയൊക്കെ എന്താ അവരെപ്പറ്റി യാതൊരു തര വിവരവും നമുക്കില്ല. പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ അവരെ ഓർമ്മ വരും. ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവരെപ്പറ്റി ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്നത്തെ ആ സൗഹൃദം ഒന്നുകൂടി പുതുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, 10ാം ക്ലാസ്സുകാരുടെയും പ്ലസ് ടുക്കാരുടെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ പോലും വന്ന് പെടാൻ പറ്റാതെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും മിന്നി മറയുന്ന ആ ഒരു മുഖം, അല്ലെ ആ ഒരു വ്യക്തിയുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എനിക്കുണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, എൻ്റെ വീട്ടിൽ എനിക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ അന്ന് ആസ്തിയൊന്നുമുള്ള കുടുംബമൊന്നുമല്ല ഞങ്ങളുടേത്. അമ്മ മാത്രം വളർത്തി കൊണ്ടുവരുന്ന ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ചിലവിന് തരാനായാലും പഠിപ്പിക്കാനായാലും എല്ലാം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഉച്ചക്കഞ്ഞി വാങ്ങിച്ച് കുടിച്ച സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. ആ സമയത്ത് ഞാൻ ഉച്ചക്കഞ്ഞി കുടിക്കുമ്പം അവൾ ചോറ് കൊണ്ടുവന്ന് കഴിക്കും. കഴിക്കുമ്പം അവൾക്ക് വിഷമോ. ഞാൻ ഉച്ചക്കഞ്ഞിയല്ലേ കുടിക്കുന്നത്. എനിക്കൊരു ചോറുപൊതി കൂട്ടും, അവൾക്ക് കൊണ്ടുവരുന്നതിനൊപ്പം ഒരു ചോറുപൊതി എനിക്കും കൂട്ടും. അവിടെ അമ്മയാണെങ്കിൽ അടുത്ത വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ്. പക്ഷെ അവർക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ പാവപ്പെട്ട വീട്ടുകാരാണ്. പക്ഷെ അവിടെ അമ്മ അടുത്ത വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അവൾക്ക് ചോറ് കൊടുത്ത് വിടുന്നതെങ്കിലും അവൾ എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് അവിടെ അമ്മ, ഞാൻ ഒരിക്കൽ അമ്മയെ കണ്ടിട്ടുണ്ട്, അവിടെ അമ്മ എനിക്കും ചോറ് കെട്ടിക്കൊടുത്തു വിടും. അങ്ങനെ ഞങ്ങൾ കൂടപ്പറപ്പുകളെ പോലെ, ഇണപ്രാവുകളെ പോലെ സ്കൂൾ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു കൂട്ടുകാരിയുണ്ട്. പക്ഷെ എനിക്ക് പകുതിക്ക് വെച്ച് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സാഹചര്യം കാരണം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് അവളെ നഷ്ടപ്പെട്ടു, അവളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും സന്തോഷവും, ഒരു എന്താ പറയുക, ആ പ്രായത്തിലൊക്കെ ഒരു നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് സാരമില്ലടി, നീ വലുതാകുമ്പോൾ നിന്റെ സങ്കടങ്ങൾ, നിന്റെ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച ആ കൂട്ടുകാരി എനിക്കില്ലാണ്ടായി. പക്ഷെ ഇന്നും ഞാൻ ഓർക്കും, എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന്. അത്രയും ആ സമയത്ത്, ആ പ്രായത്തിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞാൻ മരിച്ചാലും മറക്കാത്ത എൻ്റെ ജ്യോതി എന്നാണ് പേര്. ഒത്തിരി മുടിയൊക്കെ ഉള്ള, നല്ല വെളുത്തിട്ട് കതിര് പോലെ ഒരു സുന്ദരി പെണ്ണ്, ജ്യോതി എന്നാ പേര്. ഇന്ന് എവിടാണോ, ജീവിതം എങ്ങനെയാണോ, വിവാഹിതയായോ, കുഞ്ഞുമക്കളുടെയൊക്കെ അമ്മയാണോ, അതോ ഗൾഫ് രാജ്യങ്ങളിലും മറ്റോ ആണോ, അതോ എന്നെപ്പോലൊക്കെ തന്നെ ആണോ ജീവിതം? എന്നെപ്പോലെ ആകരുത്. ഞാൻ എന്തെങ്കിലും അറിയുമ്പം അവളെ കാണാൻ കഴിഞ്ഞാൽ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ അടൂരൊക്കെ പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ അവളെ തിരയാറുണ്ട്. അന്നത്തെ ആ ഷേപ്പൊന്നും ആയിരിക്കത്തില്ല ഇന്ന്, എങ്കിലും ഒരു മുഖച്ഛായ നമുക്കുണ്ടാവുമല്ലോ. ഇത് അവളാണോന്നെങ്കിലും സംശയത്തിന് പുറത്തേക്ക് ചോദിക്കാം.
അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്കുണ്ട്, ജ്യോതി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ആരെങ്കിലും ഓർമ്മയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ഇതുവരെ കണ്ടു കിട്ടാത്ത അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ദൈവം അനുഗ്രഹിക്കും. കാണട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ശ്യാമള എന്ന് പറഞ്ഞ എൻ്റെ ജ്യോതിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ കാണും. കാരണം എന്നെക്കാളും അവൾ എന്നെയാണ് സ്നേഹിച്ചു. ഞാൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാളും അവൾ എന്നെയാണ് സ്നേഹിച്ചത്. അപ്പോൾ ഓർമ്മ കാണും. അങ്ങനെ ആകുമ്പോൾ അവളും എന്നിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.